നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഇന്ന് ലഹരി മരുന്നിന് അടിമയായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമല്ലേ പുറത്തു വന്നത്? നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ 318% ലഹരിക്കടത്ത് വർദ്ധിച്ച ഒരു സംസ്ഥാനമായിട്ട് എങ്ങനെ കേരളം മാറി? മലപ്പുറം ജില്ലയില് ഒരു വലിയ യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിലേക്ക് ഹമാസിന്റെ ഭീകരൻ ഓൺലൈനായി ക്ലാസ് കൊടുക്കുകയും ചെയ്ത ഒരു നാടാണ്. നമസ്കാരം. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ പി.സി. ജോർജിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ വീട്ടിൽ വിശ്രമിക്കുന്ന പി.സി. ജോർജിന്റെ രോഗവിവരങ്ങൾ അറിയുന്നതിനാണ് ശോഭ സുരേന്ദ്രൻ എത്തിയത്. ഇന്നലെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിനെ നേരിട്ട് വീട്ടിലെത്തി കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ശോഭ സുരേന്ദ്രൻ അടക്കം ബി.ജെ.പി. നേതാക്കൾ ഇവിടേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങൾ തിരക്കുകയാണ്. മാത്രമല്ല രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് ബി.ജെ.പി. നേതാക്കൾ. സന്ദർശനത്തിന് ശേഷം ശോഭ സുരേന്ദ്രൻ നമ്മളോട് പ്രതികരിച്ച വാക്കുകൾ കേൾക്കുക. വളരെയേറെ കേരളത്തിൽ അധിക്ഷേപങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും നവമാധ്യമങ്ങളിലൂടെ വിധേയനാവുകയാണ് ഉണ്ടായത് ശ്രീ പി.സി. ജോർജ്. അദ്ദേഹം ശരിയാണ്, ചാനൽ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹത്തിന് നാക്കുപിഴ സംഭവിച്ചു. അത് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ എനിക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹം തിരുത്തി പറയുകയും ചെയ്തു. നമ്മുടെ തന്നെ കൺമുന്നിൽ ഈ രാജ്യത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ ഏറ്റവും തലപ്പത്തുള്ള ശ്രീമാൻ രാഹുൽ, അദ്ദേഹം മോദി വിഭാഗത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും അവഹേളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. കോടതി കേസ് എടുത്തതിന് ശേഷം പോലും ഒരു വാക്ക് മാപ്പ് എന്ന് ഇന്ത്യൻ ജനതയുടെ നമ്മുടെ സമൂഹത്തിന്റെ മുൻപാകെ ഈ നിമിഷം വരെ പറഞ്ഞതായി നമ്മൾ ആരും കേട്ടിട്ടില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഹൃദയമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി ഞാൻ പറഞ്ഞ വാചകങ്ങൾ ശരിയായില്ല എന്ന് തോന്നുകയും അത് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതവിടെ തീരുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പല കാര്യങ്ങളിലും നിർണായകമായിട്ടുള്ള തന്റേടപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. അത് അദ്ദേഹത്തിന് സർവാത്മന അദ്ദേഹത്തിന്റെ എല്ലാ നല്ല പ്രവൃത്തികൾക്കും പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ കടമയാണ്. ആ കടമ ഞങ്ങൾ നിർവഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ബഹുമാനപ്പെട്ട ആന്റണിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വരികയുണ്ടായി. അദ്ദേഹം നല്ല രീതിയിലാണ് സംസാരിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പിശകൊന്നും ഉണ്ടായില്ല. പക്ഷേ വാക്കുകളിൽ പിശകുണ്ടായില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രി കസേര പോലും അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. ചരിത്രം നമ്മൾ ആരും മറന്നിട്ടില്ല. ശ്രീമാൻ വി.എസ്. അച്യുതാനന്ദൻ ജോസഫ് മാഷുടെ കൈവെട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ഭീകരവാദ പ്രവർത്തനത്തിന്റെ കണ്ണികളാൽ ജോസഫ് മാഷുടെ കൈ നഷ്ടപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുള്ള പോലീസ് അധികാരികൾക്ക് അവർക്ക് കിട്ടിയിട്ടുള്ള ചില വീഡിയോകൾ ഉൾപ്പെടെയുള്ളവ നോക്കിക്കണ്ടതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള ലീഡർ വി.എസ്. അച്യുതാനന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഭീകരവാദം വർദ്ധിക്കുന്നു, തീവ്രവാദം വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 2020 എന്നൊരു വർഷമുണ്ടെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താകുമെന്ന അന്ന് അദ്ദേഹം ആശങ്ക പുലർത്തിക്കൊണ്ട് ചോദിച്ചത് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിൽ ഏതാണ്ട് 10-20-ലധികം വരുന്ന ഭീകരവാദ സംഘടനകൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനം രാത്രികളിലാണ് കൂടുതൽ. അവർ ക്ലാസ് കൊടുക്കുന്നത് രാത്രികളിലാണ്. അവർ കൊലപാതക പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും രാത്രികളിലാണ്. മലപ്പുറം ജില്ലയിലെ ഗ്രീൻ വാലി എന്തിനാണ് ദേശീയ സുരക്ഷാ ഏജൻസിയുടെ അന്വേഷണത്തെ തുടർന്ന് പൂട്ടിക്കെട്ടിയത് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനർത്ഥം നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിം ജനസാമാന്യം മുഴുവൻ ഭീകരവാദികളാണ് എന്നല്ല. മുസ്ലിം ജനസാമാന്യത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും അവര് നമ്മുടെ സഹോദരന്മാരാണ്. അവര് നാളെ നാടിനും വീടിനും ഉപകാരികളായിട്ട് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് പെയിന്റ് പണിക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഫയാസിന്റെ ഉമ്മയെ ഫയാസ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഫയാസിനെ പട്ടാളക്കാർ വെടിവെച്ചിട്ടപ്പോൾ ഫയാസിനെ കുറിച്ചുള്ള രേഖകൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്
നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് നമ്മുടെ ഭാരതത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഭീകരവാദ പ്രവർത്തനത്തിന് പോകുന്ന ഒരുപാട് ആളുകളിൽ ഒരാളായിരുന്നു കണ്ണൂർക്കാരനായിട്ടുള്ള ഫയാസ്. ആ ഉമ്മ എന്താ പറഞ്ഞത്? ഉമ്മ പറഞ്ഞത്, എന്റെ മോൻ അങ്ങനെ ഭീകരവാദിയാണെങ്കിൽ, വർഗീയവാദിയാണെങ്കിൽ ഓന്റെ മയ്യത്ത് പോലും ഞമ്മക്ക് കാണണ്ട എന്ന് പറഞ്ഞ ആ ഫയാസിന്റെ ഉമ്മയുടെ ബോധം പോലും ഇല്ലാത്ത ചില രാഷ്ട്രീയക്കാർ ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളം അപകടകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഒരു നാട് മുന്നോട്ട് പോകാൻ ആ നാടിന്റെ കുഞ്ഞുങ്ങൾ, അവരാണ് അവിടുത്തെ ദീപസ്തംഭങ്ങൾ. ആ കുഞ്ഞുങ്ങൾ ഇന്ന് ലഹരി മരുന്നിന് അടിമയായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമല്ലേ പുറത്തു വന്നത്? കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി മിസ്റ്റർ രാജേഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. MP രാജേഷ് മന്ത്രി പറയുന്നത്, ഞങ്ങൾ കേരളത്തിൽ കൂടുതൽ കേസുകൾ പിടിക്കുന്നുവെന്നാണ്. ആര്? കേരളത്തിന്റെ പോലീസ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായിയുടെ സഹായം കൊണ്ടല്ല. ഏത് കാലത്തും നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേണിയിൽ നിന്ന കഴിവും പ്രാപ്തിയുമുള്ള ആളുകളാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ചേലേമ്പ്ര കേസ് തെളിയിച്ചവരാണ്. അതായത് ഒരു വള്ളിച്ചെരുപ്പിന്റെ പിൻബലത്തിൽ വലിയ വലിയ പ്രതികളെ പിടിക്കുന്നവരാണ്. കേരളത്തിലെ പോലീസിന്റെ കയ്യിൽ ഇന്ന് വിലങ്ങ് വെച്ചിരിക്കുകയാണ്. അത് അസ്വാതന്ത്ര്യത്തിന്റെ വിലങ്ങാണ്. അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അവരിൽ ഒരു വിഭാഗത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചട്ടുകമാക്കി മാറ്റിയിരിക്കുകയാണ്. അവർക്ക് സ്വതന്ത്രമായി കേരളത്തിൽ പ്രവർത്തിക്കാൻ സംവിധാനം കൊടുക്കുന്നില്ല. നേരെ മറിച്ച് മയക്കുമരുന്ന് മാഫിയയെ പിന്തുണയ്ക്കുന്നവർ, കേരളത്തിൽ കലാപത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, നല്ലവരായിട്ടുള്ള ആളുകളുടെ അവര് എവിടെ യാത്ര ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, അവർ എപ്പോ വീട്ടിലേക്ക് വരുന്നു, അവർ എവിടെ പ്രസംഗിക്കാൻ പോകുന്നു, രാഷ്ട്രീയക്കാരുടെ കംപ്ലീറ്റ് ഡാറ്റയും എടുത്ത് ഭീകരവാദികൾക്ക് ചോർത്തിക്കൊടുത്തിട്ടുള്ള കുട്ടി ഭീകരന്മാരായിട്ടുള്ള പോലീസ് അധികാരികൾ നമ്മുടെ കേരള പോലീസിനകത്തുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കിയതല്ലേ? അപ്പോ പോലീസ് അധികാരികളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ശമ്പളം വാങ്ങൽ മാത്രമല്ലല്ലോ. അവര് നമ്മുടെ വരുന്ന ഭാവി തലമുറയെ സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് 318% നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ 318% ലഹരിക്കടത്ത് വർദ്ധിച്ച ഒരു സംസ്ഥാനമായിട്ട് എങ്ങനെ കേരളം മാറി? ഇതിനു വേണ്ടിയാണോ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ എല്ലാ സാംസ്കാരിക ഭൂമികയ്ക്കും വേണ്ടിയിട്ട് സംഭാവന നൽകിയത്? ഇതിനു വേണ്ടിയാണോ ശ്രീ കേളപ്പനെ പോലെയുള്ള ആളുകൾ, മന്നത്ത് പത്മനാഭനെ പോലെയുള്ള ശ്രീമാൻ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ, NSSന്റെ ഒക്കെ മുടിചൂടാൻ മന്നനായിരുന്ന മനുഷ്യൻ, അതായത് എല്ലാ മനുഷ്യരും ഒരുമിച്ചിരുന്നു കൊണ്ട് പന്തിഭോജനം നടത്തണമെന്ന് തീരുമാനമെടുക്കുകയും കേരളത്തിന്റെ സാംസ്കാരിക തനിമയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്ത മന്നത്ത് ആചാര്യനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് അയ്യങ്കാളിയെ പോലെ എത്ര മനുഷ്യരാണ് ഈ കേരളത്തിന്റെ കൈരളി ഭൂമിയുടെ സ്വത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് സർവസ്വവും ഇവിടെ അവരുടെ ജീവിതം നിക്ഷേപിച്ചത്, സമർപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു കേരളത്തെ ഇന്ന് നമ്മുടെ രാജ്യത്ത് അപമാനിക്കപ്പെട്ടവരുടെ നാടാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അത്തരമൊരു കുത്തഴിഞ്ഞ സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതിനു പകരം, സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാകുന്നത് ചർച്ച ചെയ്യേണ്ടതിനു പകരം, ഭീകരവാദികളെ പിടിക്കേണ്ടതിനു പകരം, എന്തിനേറെ പറയുന്നു, ഇവിടെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് മലപ്പുറം ജില്ലയില് ഒരു വലിയ യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിലേക്ക് ഹമാസിന്റെ ഭീകരൻ ഓൺലൈനായി ക്ലാസ് കൊടുക്കുകയും ചെയ്ത ഒരു നാടാണ്. ആരെ അറസ്റ്റ് ചെയ്തത്? ഏതെങ്കിലും ആളുകളെ അറസ്റ്റ് ചെയ്തോ? തുറങ്കിലടച്ചോ? ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ കണ്ടു, കുറെ ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് അവർ പ്രാർത്ഥന നടത്തുന്നു. പ്രാർത്ഥനാ സദസ്സിനകത്തേക്ക് ഒരാൾ കടന്നു ചെല്ലുന്നു. അദ്ദേഹം അവിടെ ബോംബ് വെക്കുന്നു, സ്ഫോടനമുണ്ടാകുന്നു. നാടതെല്ലാം വിറങ്ങലിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ കുളിച്ചു കുട്ടപ്പനായി വന്ന് അദ്ദേഹം തന്നെ പറയുകയാണ് ഫേസ്ബുക്കിലൂടെ, ഞാനാണ് പ്രതി. അങ്ങനെയാണോ കേരള പോലീസ് പ്രതിയെ പിടിക്കേണ്ടത്? ആരാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചത്? അയാൾ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? അയാളുടെ പിറകിലേത് ഭീകര സംഘടനയാണുള്ളത്? പരിശോധിക്കണ്ടേ? ഒരു പരിശോധനയുമില്ല, ഒരാലോചനയുമില്ല. കേരളം നന്നാവണമെന്നുള്ള ആഗ്രഹവുമില്ല. ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, എന്റെ കസേരയുടെ കാലുകൾക്ക് ഇളക്കം തട്ടാൻ പാടില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചിന്ത. ആ ചിന്തയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഞങ്ങൾ മാറ്റും. കേരള നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ കുറെ ആളുകൾ, എന്റെ പ്രസ്ഥാനത്തിന്റെ, ഞാനല്ല, എന്റെ പ്രസ്ഥാനത്തിന്റെ കുറെ ആളുകൾ കേരള നിയമസഭയ്ക്കകത്ത് കടന്നു വരും വരാൻ പോകുന്ന നാളുകളിൽ. ഞങ്ങൾ ഇപ്പോൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ ഞങ്ങൾ ചെലവഴിക്കുന്നു സ്വന്തം കാര്യത്തിന് എങ്കിൽ
അതുകൂടി മാറ്റിവെക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിക്കൊണ്ട് ഞങ്ങൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങുകയും വലിയൊരു മാറ്റം ധാർമ്മിക പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDAയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് ഞങ്ങൾ കേരളത്തിൽ തുടക്കം കുറിക്കും. ഞങ്ങൾ എടുത്തിട്ടുള്ള പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇടത്തോട്ടും വലത്തോട്ടുമല്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുക, നേർരേഖയിലൂടെ പ്രയാണം ചെയ്യുന്ന, കേരളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് വേണ്ടി, വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി, പലായനം ചെയ്യപ്പെടാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടി, ചെറുപ്പക്കാരികൾക്ക് വേണ്ടി, ഇന്ന് വിഷം കഴിച്ചുകൊണ്ട് രോഗാതുരമായി കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നല്ലവരായിട്ടുള്ള കർഷകർക്ക് താങ്ങും തണലും കൊടുക്കുന്ന, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ, ആ ഭരണകൂടത്തെ കേരളത്തിൽ സൃഷ്ടിക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഓരോ വിഷയങ്ങളും ഏറ്റെടുക്കുന്നത്.